ഹായ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഭയങ്കര ടാൻ റിമൂവലാക്കാനും പിന്നെ മുഖം ഒരു ഫ്രഷ്നെസ് ഉണ്ടാവാനും മോയ്സ്ചറൈസ്ഡ് ആവാനുമുള്ളൊരു വേറെ ഒരു പാക്കാണ്. പാക്ക് പോലെ ഇത് അങ്ങനെ അങ്ങോട്ട് ഡ്രൈ ആയി പോവില്ല, എന്നാലും ഒരു നല്ലൊരു ഫിനിഷിങ് കിട്ടും. നമുക്കിത് ഫേസ് വാഷ് ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടും. ഇത് നമുക്ക് വേണമെങ്കിൽ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും. ഇന്നലെ നമ്മൾ കാണിച്ചൊരു കടലമാവിൻ്റെ ഉണ്ടായിരുന്നു, അത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യണ്ട. ബട്ട് ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയൊരു പാക്കാണ്. നമ്മൾ പുറത്തൊക്കെ പോയി ക്ഷീണിച്ച് വരുമ്പോൾ ഭയങ്കര ടാനൊക്കെ അടിക്കുമ്പോൾ സാധാരണ ഫേസ് വാഷ് ഇട്ട് വാഷ് ചെയ്ത് കളയുകയല്ല ചെയ്യുക. അതിന് പകരം നമ്മൾ ഇതാണ് യൂസ് ചെയ്ത് വാഷ് ചെയ്ത് കളയുന്നതെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി റിസൾട്ടാണ്, കെമിക്കൽസും അല്ല. അപ്പം നമുക്കത് എന്താണെന്ന് പറയാം. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ യൂസ് ചെയ്യുന്നത് കോഫി പൗഡറാണ്. കോഫി പൗഡർ നമ്മുടെ സ്കിന്നിൻ്റെ അകത്തേക്കും, അതായത് 1 ഗ്ലാസ് വിത്തൗട്ട് ഷുഗർ അതിൻ്റെ മിൽക്കിലാണ് നമ്മൾ കുടിക്കുന്നുണ്ടെങ്കിൽ നല്ലതാണ്. ബട്ട് നമ്മൾ ഫേസിൽ സ്കിന്നിലാണ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഗുണം എല്ലാവർക്കും ഓരോ ക്ലെൻസിങ്, നമ്മുടെ ടാന് റിമൂവ് ആകാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ അത് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് സ്ക്രബ് ചെയ്യാൻ ഫേസ് പറ്റും. പിന്നെ നല്ലൊരു ബ്രൈറ്റനിങ്ങിനും ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ കോഫി പൗഡർ എന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മളതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്ന സാധനം എന്ന് പറഞ്ഞാൽ തൈരാണ്. അത് ഒലിച്ച് പോകുന്നുണ്ട്, തൈരാണ്. തൈരിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ലാക്റ്റിക് ആസിഡ് ഉള്ളതുകൊണ്ട് തന്നെ മിൽക്കിലും ലാക്റ്റിക് ആസിഡ് ഉണ്ട്. ഇത് മിൽക്ക് തൈരാക്കിയതാണല്ലോ, ഇത് കേടുന്നതാണല്ലോ. അപ്പം ഇതിലും ഈ ലാക്റ്റിക് ആസിഡ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നിർജീവമായ കോശങ്ങളെ, അതായത് ഡെഡ് കോശങ്ങളും പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റിമൂവ് ആവും, സ്കിൻ സോഫ്റ്റ് ആവും. തൈര് ഈസ് ബെറ്ററാണ് സ്കിന്നിന്. അകത്തേക്ക് കഴിക്കുന്നൊന്നല്ല കേട്ടോ, നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനൊക്കെ. പിന്നെ ഹണിയാണ്. ഹണി നല്ലതാണ്, നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഹണി ഭയങ്കര മോയ്സ്ചറൈസറാക്കും, ക്ലെൻസാക്കും, മുഖം നല്ല ക്ലീനാക്കി വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ മിക്സിങ് നോക്കാം. ഓക്കെ, നമ്മൾ കോഫി പൗഡറിലേക്കാണ് ഫസ്റ്റ് നമ്മൾ ഒഴിക്കാൻ പോകുന്നത് തൈരാണ്. തൈര് നമ്മളിതിലേക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മളിതിലേക്ക് മിക്സ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ഹണിയാണ് കേട്ടോ. ഓക്കെ, കുറച്ച് ഹണി ഒഴിച്ചു കൊടുത്തു. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. മുടിൻ്റെ ശല്യം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ റോൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ച സാധനം നമ്മൾ ഫേസിൽ എന്ത് ചെയ്യാം, മുഖം എന്ത് തേക്കുമ്പോഴും ആദ്യം ക്ലെൻസ് ചെയ്യണം. ഞാൻ ഓൾറെഡി ക്ലീനഡാണ്. അപ്പോൾ നമുക്ക് ഫേസിലൊന്നിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഫേസിൽ ഫുൾ അപ്ലൈ ചെയ്തു. ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞാൽ നമുക്കത് വാഷ് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഇത് വെള്ളമാക്കിയിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അതിൽ നല്ല തരിതരികളുണ്ട് കോഫി പൗഡറിൽ. സ്ക്രബ് ചെയ്ത് കൊടുത്ത സ്ക്രബും ഭയങ്കര വാഷ് ചെയ്ത് കഴിയുമ്പോൾ നല്ല സ്മൂത്ത് ആയിരിക്കും. അപ്പോൾ നമുക്ക് വാഷ് ചെയ്തിട്ട് നോക്കാം. പിന്നെ വാഷ് ചെയ്യുമ്പോൾ ഇങ്ങനെ സ്ക്രബ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ അധികം പ്രസ് ചെയ്യാതെ ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഫേസ്. അപ്പോൾ നമുക്കൊരു സ്ക്രബിങ് കിട്ടും. വാഷ് ചെയ്യുമ്പോൾ നല്ലൊരു സ്മൂത്ത് ആയിരിക്കും കേട്ടോ മുഖം. നമ്മളിത് വാഷ് ചെയ്യാം കേട്ടോ, ഓരോ പോർഷനായിട്ട് ഇങ്ങനെ വാഷ് ചെയ്ത് ക്ലീൻ. യെസ്, നമ്മൾ മുഖം വാഷ് ചെയ്തു. നല്ല റിഫ്രഷ്മെൻ്റ് ആട്ടോ. നിങ്ങൾക്ക് തന്നെ നല്ലൊരു മാറ്റം തോന്നുന്നുണ്ടാവും. ഒരു ബ്രൈറ്റനിങ്ങും ടാനൊക്കെ പോയ പോലെ ഉണ്ടാവും. ഞാൻ പുറത്തുനിന്നതിന് ശേഷമാണ് ഈ ഒരു സാധനം ഇട്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ഇത് കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നമുക്ക് പുറത്ത് പോയി വരുമ്പോഴോ അല്ലെങ്കിൽ ഡള്ളാകുമ്പോൾ ഒക്കെ ഈ സാധനം എടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ചെറിയ രീതിയിൽ സ്ക്രബൊക്കെ ചെയ്തിട്ട് ഈ പാക്ക് കുറച്ച് സമയം ഇട്ട് വെക്കാം. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുമ്പോൾ കൈ കൊണ്ട് എടുക്കരുത്. ഈ എന്തെങ്കിലും ആക്കി വെക്കണമെന്ന് വെച്ചാൽ ബോട്ടിലുകൊണ്ട് തന്നെ ശരി, അല്ലെങ്കിൽ സ്പൂണൊക്കെ എടുത്തിട്ട് ഇത് നന്നായിരിക്കും. ഇതൊരു ഫേസ് വാഷിന് പകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നാച്ചുറൽ അടിപൊളി ടിപ്പാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.